നമസ്കാരം. ബ്രിഗേഡിയർ ഫോസ്റ്ററുടെ കൂടെയുള്ള മിലിറ്ററി ടീം ഒരു ലഫ്റ്റനന്റ് ലീഡറും കൂടാതെ 12 പട്ടാളക്കാരുള്ളൊരു ടീമാണ്. ഇവർക്കാർക്കും അവർ എസ്കോർട്ട് പോകുന്നത് ഒരു ബ്രിഗേഡിയർ ആണെന്ന് അറിയില്ല. കേണലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ഒരു ഉയർന്ന മിലിറ്ററി ഓഫീസറാണെന്ന് മാത്രമേ അവർക്കറിയുള്ളൂ. ആ ടീമിന്റെ ഹെഡ് ലഫ്റ്റനന്റ് പാർക്കർ ബ്രിഗേഡിയറോട് ചോദിച്ചു, സാർ പറഞ്ഞ കപ്പല് ഇവിടെ കാണാനില്ലല്ലോ. ബ്രിഗേഡിയർ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ പറഞ്ഞു, കാണാനില്ലെങ്കിൽ പിന്നെ അത് കണ്ടുപിടിക്കണം. ആ സമയമാകുമ്പോഴേക്കും സിംഗപ്പൂർ സിറ്റിയിലെ പുകയെല്ലാം ഒന്ന് അടങ്ങിയിരുന്നു. എന്റെ പ്രധാന കാരണം മഴ പെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുകൂടാതെ കൂടുതൽ ഷെൽ ബോംബ് എക്സ്പ്ലോഷന്റെ ഒന്നും ശബ്ദങ്ങൾ കേൾക്കുന്നുമില്ല. ബ്രിഗേഡിയർ അല്പം തമാശ രൂപത്തിൽ പറഞ്ഞു, ഷെല്ലാക്രമണവും ബോംബാക്രമണവും ഒക്കെ നിർത്തിയെന്ന് തോന്നുന്നു. കാരണം സിംഗപ്പൂരിന് നാളെ തൊട്ട് ജപ്പാൻകാരന്റെ ആണല്ലോ. അതവർക്ക് ഓർമ്മ വന്നതാണ്. പെട്ടെന്നൊന്ന് നിന്ന് ഒന്ന് ചെവിയോർത്ത ശേഷം ബ്രിഗേഡിയർ പറഞ്ഞു, ലഫ്റ്റനന്റ് സർ, കുറച്ചു ദൂരെ ഒരു കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ലഫ്റ്റനന്റ് പറഞ്ഞു, ശരിയാണ് സാർ, നമ്മുടെ ടീമിലെ ഒരാളെ വിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരണം. സാർ, അത് ചിലപ്പോൾ ജപ്പാൻകാരുടെ വല്ല ട്രാപ്പും ആണെങ്കിൽ. ബ്രിഗേഡിയർ പാർക്കറെ ഒന്ന് രൂക്ഷമായി നോക്കിയ ശേഷം പറഞ്ഞു, തനിക്ക് ചെവി കേൾക്കാമോ? സർ, എന്നാ ഞാൻ പറഞ്ഞതനുസരിക്കുക. പിന്നെ പറഞ്ഞു വിടുന്ന ആൾ കുഞ്ഞുങ്ങളോടൊക്കെ വളരെ ജെന്റ്ലി ആയിട്ട് പെരുമാറുന്ന ഒരാളായിരിക്കണം. ആ കുഞ്ഞിനെ കൂടുതൽ കരയിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അത്തരം ഒരാളെ ഡെപ്യൂട്ട് ചെയ്തതിനു ശേഷം പാർക്കർ തിരിച്ച് ബ്രിഗേഡിയർ ഫോസ്റ്ററുടെ അടുത്തെത്തി. ബ്രിഗേഡിയർ അയാളെ വിളിച്ച് കുറച്ച് ദൂരെ മാറ്റി നിർത്തിയ ശേഷം ചോദിച്ചു, തനിക്ക് ഞാൻ ആരാണെന്ന് അറിയുമോ? കൃത്യമായിട്ട് അറിയില്ല സർ. എന്നാ ഞാൻ ബ്രിഗേഡിയർ ഫോസ്റ്റർ വാർഹം എന്ന വ്യക്തിയാണ്. പാർക്കർ അങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഈ കാര്യം ഇപ്പോ ഞാനും താനും മാത്രം അറിഞ്ഞാൽ മതി, തന്റെ ട്രൂപ്പിലുള്ള ഒരാളും അറിയണ്ട. പിന്നൊരു കാര്യം, തനിക്ക് ബീച്ച് കോംബർ എന്ന വാക്കിന്റെ അർത്ഥം അറിയുമോ? അറിയാം സർ. ബീച്ച് കോംബർ എന്ന് പറഞ്ഞാൽ ഈ കടൽ തീരത്തൂടെയും അത്തരം ഭാഗങ്ങളിലൂടെയൊക്കെ ഓരോന്നൊക്കെ പെറുക്കിക്കൊണ്ട് നടക്കുന്ന ചില വ്യക്തികളാണ്. ചിലപ്പോൾ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ അവരുടെ കിട്ടുകയും ചെയ്യും. എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു ബീച്ച് കോംബറാണ്. മനസ്സിലായോ സർ? സാർ വിളി നിർത്തുക. ഒരു ലഫ്റ്റനന്റും ഒരു ബീച്ച് കോംബറെ സാറെന്ന് വിളിക്കാറില്ല. അല്ല സാർ, നമ്മൾ മാത്രം സംസാരിക്കുമ്പോൾ വേണ്ട, ആ ശീലം പിന്നെ താൻ മറ്റുള്ളവരുടെ കൂടെ ഒന്ന് സംസാരിക്കുമ്പോഴും കാണിക്കും. ഇപ്പോഴേ അത് ശീലിച്ചാൽ കുഴപ്പമില്ല. മനസ്സിലായ സർ? സോറി സർ എന്നായിരുന്നു പിന്നെ പാർക്കറുടെ അതിനുള്ള പ്രതികരണം. ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങളുടെ ട്രൂപ്പിന് എന്നെ ഈ ബീച്ചിൽ നിന്ന് കിട്ടി. ഞാൻ വന്ന ഒരു മെർച്ചന്റ് ഷിപ്പ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഷിപ്പ് കിട്ടിയാൽ അതിൽ എന്നെയും കൂട്ടി സിംഗപ്പൂർ വിടാനായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. മനസ്സിലായി സാർ എന്ന് അദ്ദേഹം പറയാൻ തുടങ്ങിയെങ്കിലും പകുതിയിൽ നിർത്തി. ശരി, ഇനി ഒരു കാര്യം ചെയ്യാം. താങ്കളുടെ ട്രൂപ്പിൽ നിന്ന് മൂന്ന് ആൾക്കാരെ വീതാൻ നമ്മൾ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഇടത്തോട്ടും വലത്തോട്ടും അയക്കുക. പാർക്കർ ഒരു ചോദ്യഭാവത്തിൽ ബ്രിഗേഡിയറെ നോക്കി. ബ്രിഗേഡിയർ തുറന്നു, ആ കപ്പൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അധിക ദൂരം പോയിരിക്കാൻ വഴിയില്ല. പാർക്കർ ബ്രിഗേഡിയർ പറഞ്ഞ രീതിയിൽ ആൾക്കാരെയൊക്കെ ഡെപ്യൂട്ട് ചെയ്തു. വീണ്ടും ബ്രിഗേഡിയർ അടുത്തെത്തി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് വലിയൊരു മനുഷ്യൻ ഒരു കുഞ്ഞിനെയും കൊണ്ടുവരുന്നത്. വലിയൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പാർക്കർ ഡെപ്യൂട്ട് ചെയ്ത ഒരു പട്ടാളക്കാരനാണ്. ഈ ബ്രിഗേഡിയർ ഫോസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി 6 അടിക്ക് മേലെ പൊക്കവും വളരെ മെലിഞ്ഞ ശരീരമുള്ള ഒരു വ്യക്തിയാണ്. ഏകദേശം 60-നടുത്ത് പ്രായവും. ഈ വന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ബ്രിഗേഡിയറേക്കാൾ വളരെയധികം പൊക്കം, ഒത്ത ശരീരവും. ആ മനുഷ്യന്റെ കൈവലയത്തിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വസ്തു പോലെ കിടക്കുകയാണ് ആ കുഞ്ഞ്. അതപ്പോഴും അതിന്റെ കരച്ചിൽ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, എന്നാലും ഒരു ആശ്വാസം അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രിഗേഡിയർ പതുക്കെ ആ കുഞ്ഞിന്റെ തോളത്തും തട്ടിയിട്ട് ചോദിച്ചു, എന്താ മോനെ പേര്? ഉടനെ ആ കുഞ്ഞൊന്ന് ഞെട്ടി ഉണർന്ന് വീണ്ടും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ബ്രിഗേഡിയർ പറഞ്ഞു, അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത കളവന്മാരൊന്നും കുഞ്ഞുങ്ങളുടെ അടുത്ത് അധികം പോകാതിരിക്കുക നല്ലത്. പോട്ടെ, ആ കുഞ്ഞിന്റെ പേരൊന്നും ഇപ്പൊ എനിക്കറിയണ്ട. ആ സമയത്ത് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സർജന്റ് പറഞ്ഞു, സർ, എന്റെ പേര് പീറ്റർ ടാലൻ, 2 വയസ്സും 3 മാസവും പ്രായം. നോർത്ത് സിംഗപ്പൂരിലായിരുന്നു ഇവന്റെ വീട്. അവര് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ മെമ്പേഴ്സാണ്. ബ്രിഗേഡിയറും പാർക്കറും ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുകയാണ് ആ സർജന്റിനെ. പാർക്കർ ചോദിച്ചു, ഇത് മുഴുവൻ ഈ കുഞ്ഞ് തന്നോട് പറഞ്ഞോ? ഇല്ല സാർ,
പക്ഷെ എന്റെ കഴുത്തിൽ ഒരു ഐഡന്റിഫിക്കേഷൻ ടൈ ഉണ്ട്, അതിൽ ഈ വിവരങ്ങളെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ വലതുവശത്തുനിന്ന് ചില കാലച്ചുകൾ കേൾക്കുകയാണ്. പാർക്കർ നിയോഗിച്ചയച്ച 3 പട്ടാളക്കാരും അവരോടൊപ്പം 5 നേഴ്സുമാരും അവരുടെ അടുത്തേക്ക് വന്നു. പാർക്കർ ആ പട്ടാളക്കാരോട് ചോദിച്ചു, ഇവരക്കാരാ? അവര് റെഡ് ക്രോസ് നഴ്സുമാരാണ് സർ. പാർക്കർ അവരെല്ലാം ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിലെ ഹെഡ് എന്ന് തോന്നിക്കുന്ന ആ യുവതിയോട്, ആ ഉയരം കൂടിയ ചെറുപ്പക്കാരി നഴ്സിനോട് പാർക്കർ ചോദിച്ചു, എനിക്ക് തോന്നുന്നു നിങ്ങളായിരിക്കും ഇതിന്റെ ഹെഡ് എന്ന്. അതെ സർ. നിങ്ങളുടെ പേരെന്താ? ഡ്രാൻച്ച്മൻ. വളരെ വിചിത്രമായൊരു പേരാണ്. ആ പേരിന്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ശരി മിസ് ഡ്രാൻച്ച്മൻ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെയൊക്കെ പരിചരിക്കാൻ അറിയാമോ? തീർച്ചയായും സർ. എന്നാ ഈ കുഞ്ഞിനെ ഒന്ന് ഏറ്റെടുത്ത് വേണ്ടത് ചെയ്തോളൂ. അങ്ങനെ ആ സർജന്റിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ മിസ് ഡ്രാൻച്ച്മൻ ഏറ്റുവാങ്ങി. ആ സമയത്ത് പെട്ടെന്ന് അതുവശത്തു നിന്നായി കുറച്ച് കാലച്ചുകൾ കേൾക്കാം. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ പാർക്കർ ഡെപ്യൂട്ട് ചെയ്ത മറ്റു 3 പട്ടാളക്കാരും അവരോടൊപ്പം നമ്മൾ മുമ്പേ കണ്ട കോർപ്പറൽ ഫ്രൈസറും സംഘവും അവിടെ എത്തി. കോർപ്പറൽ ഫ്രൈസർ പാർക്കറുടെ മുന്നിൽ ചെന്ന് നിന്നു. അദ്ദേഹത്തിന്റെ വലത്തെ കയ്യിൽ ഉള്ള ടോർച്ചും കൂടാതെ സ്ട്രാപ്പിൽ തൂക്കി കയ്യിൽ പിടിച്ചിരിക്കുന്ന ബ്രെൻ മെഷീൻ ഗണ്ണും രണ്ടും നിലത്ത് വെച്ചു. എന്നിട്ട് പാർക്കറെ സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, കോർപ്പറൽ ഫ്രൈസർ റിപ്പോർട്ടിംഗ് സർ. പാർക്കർ അദ്ദേഹത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിച്ചു, കോർപ്പറൽ, നിങ്ങൾക്ക് ആ ഗണ്ണും ടോർച്ചും ഇടത്തെ കയ്യിലോട്ട് പിടിച്ചാൽ പോരായിരുന്നോ? യെസ് സർ, പക്ഷെ എന്റെ ഇടത്തെ ഷോൾഡറിന് പരിക്കുണ്ട്, ആ കയ്യിൽ എനിക്കൊന്നും പിടിക്കാൻ പറ്റില്ല. പാർക്കർ അങ്ങനെ കോർപ്പറലിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏതാ റെജിമെന്റ്? ആർഗിൽ സദർലാൻഡ്സ്. മലേഷ്യയിലെ ബ്രിട്ടന്റെ ഒരു മിലിറ്ററി റെജിമെന്റ് ആയിരുന്നു ആർഗിൽ സദർലാൻഡ്സ്. സ്കോട്ട്ലൻഡ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മിലിറ്ററി റെജിമെന്റ് ആണത്. പാർക്കർ പറഞ്ഞു, യെസ്, എനിക്ക് ഓർമ്മ വരുന്നു, നമ്മൾ മുമ്പൊരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടനിൽ വെച്ച്. എനിക്കും മനസ്സിലായി സാർ. ലഫ്റ്റനന്റ് പാർക്കർ. അതെ. ശരി, നിങ്ങൾ അറ്റൻഷനൊക്കെ മാറി ഒന്ന് ശാന്തമായി നിൽക്കൂ എന്നായിരുന്നു പിന്നീട് പാർക്കർ. അത്ര നേരം ഈ പരിക്ക് ഉണ്ടെങ്കിലും കോർപ്പറൽ വളരെ അറ്റൻഷനോടെയാണ് പാർക്കറുടെ മുന്നിൽ നിൽക്കുന്നത്. പിന്നീട് പാർക്കർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഈ മിഷന്റെ ഉദ്ദേശം? കമാൻഡിംഗ് ഓഫീസർ പറഞ്ഞു, ഈ ആൾക്കാരെയും കൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് രക്ഷപ്പെടാനുള്ള ഒരു സുരക്ഷിതമായ സ്ഥലം കലാംഗ് റിവറിന്റെ ഈ തീരമാണ്. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു കപ്പലോ ബോട്ടോ കിട്ടും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് പാർക്കർ ചോദിച്ചു, ഇനി ഇവിടെ വന്നിട്ട് വല്ല കപ്പലോ ബോട്ടോ കിട്ടിയാൽ കയറിപ്പോണം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വല്ല ഒരു തുഴഞ്ഞു പോകുന്ന ബോട്ടെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കയറിപ്പോണം. നിങ്ങളുടെ കൂട്ടത്തില് ഒരാൾക്ക് പോലും പരിക്കേൽക്കാത്തതായിട്ടില്ല, ആരോഗ്യമുള്ള ഒരാളും ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സേഫ് പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? അറിയാം സാർ. ഇന്ത്യയിലെ കൽക്കട്ട, ഓസ്ട്രേലിയയിലെ ഡാർവിൻ. കൽക്കട്ടയ്ക്ക് ദൂരം എത്ര? 1400 നോട്ടിക്കൽ മൈൽ, അതായത് 3000 കിലോമീറ്ററിന് മേലെ ദൂരം വരും. ഡാർവിനിലേക്ക് 1600 നോട്ടിക്കൽ മൈൽ, 3600 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം വരും. അപ്പൊ എങ്ങനെ നിങ്ങൾ തുഴഞ്ഞു പോകുന്നത് പറയുന്നത്? സാർ, ഡ്യൂട്ടി ഫസ്റ്റ്, ബാക്കി പിന്നെ. പെട്ടെന്ന് മിസ് ഡ്രാൻച്ച്മൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഇവിടെ ഇനി ഒരു കപ്പലും ബാക്കിയില്ല, എല്ലാം സിംഗപ്പൂർ വിട്ട് പോയിരിക്കുന്നു. ആ സമയത്ത് ഫ്രൈസർ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ വിവരം തെറ്റാണ്. ഒരു കപ്പല് ഇവിടെ ഈ സമീപത്തുണ്ട്. ഞങ്ങൾ ഇവരെ കണ്ടുമുട്ടുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരെയായിട്ട് കടലിൽ ഒരു കപ്പൽ നങ്കൂരിട്ടിട്ടുണ്ട്. ആ മഴയത്തവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെങ്കിൽ പോലും തന്നെ വളരെ ഉച്ചത്തിൽ സംസാരിക്കണം, അത്രയും ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കോർപ്പറൽ പറയുന്നത്, 1 കിലോമീറ്റർ ദൂരെ ഒരു കപ്പൽ നങ്കൂരിടുന്ന ശബ്ദം കേട്ടു എന്ന്. പെട്ടെന്ന് ബ്രിഗേഡിയർ ചോദിച്ചു, അല്ല അതിപ്പോ നങ്കൂര് എടുക്കുന്ന ശബ്ദം ആയിക്കൂടെ? കോർപ്പറൽ ഒരു രൂക്ഷഭാവത്തിൽ ബ്രിഗേഡിയർ നോക്കി. ബ്രിഗേഡിയർ ആണെന്ന് അയാൾക്കറിയില്ലല്ലോ. സാർ, ഏകദേശം പഴയൊരു സിനിമയിൽ അന്തരിച്ച സലീം കുമാർ പറഞ്ഞതുപോലെ ഒരു ഡയലോഗായിരുന്നു പിന്നെ കോർപ്പറലുടെ ഭാഗത്തുനിന്ന്. കാണാനൊരു ലുക്കില്ലെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിയാ എന്ന് പറഞ്ഞ പോലെ കോർപ്പറൽ പറഞ്ഞു, സാർ, എന്റെ ഷോൾഡറിനെ പരിക്ക് പറ്റിയിട്ടുള്ളൂ, ചെവിക്ക് യാതൊരു കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ ആ സംസാരിക്കുന്ന ഭാവം കേട്ടപ്പോൾ അവർക്ക് തോന്നി അസാമാന്യ കേൾവി ശക്തിയുള്ള ഒരു വ്യക്തിയാണ് കോർപ്പറൽ ഫ്രൈസർ എന്ന് തോന്നി. ഏതായാലും കോർപ്പറൽ പറഞ്ഞതനുസരിച്ച് അവർ ആ കപ്പലിന്റെ നങ്കൂരിട്ട ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നടന്നു. അവിടെ ചെന്നപ്പോ ബ്രിഗേഡിയർ പതുക്കെ പാർക്കറോട് പറഞ്ഞു, ഒരു ടോർച്ച് കൊണ്ടൊരു സിഗ്നൽ കൊടുക്ക്, എന്നിട്ട് ആ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മറുപടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക.
വാസ്തവത്തിൽ കോർപ്പറല് ചൂണ്ടിക്കാണിച്ചു എന്നല്ലാതെ അവർക്കാർക്കും യാതൊന്നും കാണാനോ കേൾക്കാനോ പറ്റുന്നില്ല ഈ ഇരുട്ടത്തും മഴയത്തും. പാർക്കറുടെ കൂടെയുള്ള ഒരു പട്ടാളക്കാരൻ ഒരു ടോർച്ച് 3 തവണ മിന്നിച്ചു. അങ്ങനെ തുടർച്ചയായിട്ട് 5 മിനിറ്റ് 3 ഫ്ലാഷുകളും അത് കഴിഞ്ഞൊരു ഗ്യാപ്പും എന്നുള്ള രീതിയിൽ ആ ടോർച്ച് മിന്നിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവിടുന്ന് മറുപടി ഒന്നും വന്നില്ല. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞു. അങ്ങനെ 15 മിനിറ്റിന് ശേഷം അവര് ശ്രമം ഉപേക്ഷിച്ചു. ആ സമയത്ത് പെട്ടെന്ന് ഫ്രൈസർ പറഞ്ഞു, ഒരു ചെറിയ ബോട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്, തുഴഞ്ഞാണ് വരുന്നത്. എല്ലാരും ചെവി ഓർത്തു, ആർക്കും ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ 1 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന സർജന്റ് പറഞ്ഞു, ശരിയാണ്, എനിക്ക് ഇപ്പൊ കേൾക്കുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ ഒരു ബോട്ട് ആ തീരത്തോടെടുത്തു. പാർക്കറുടെ കൂടെയുള്ള പട്ടാളക്കാരൻ ടോർച്ച് അടിച്ചു. അതൊരു മോട്ടോർ ബോട്ടാണെന്ന് മനസ്സിലായി. പക്ഷെ അത് തുഴഞ്ഞാണ് വരുന്നത്. ബ്രിഗേഡിയർ വിളിച്ചു ചോദിച്ചു, വാനിഫൻ? അതെ. ഫോസ്റ്ററാണോ? അതെ. വളരെ അടുത്തെത്തിയപ്പോഴാണ് വാനിഫാന് മനസ്സിലായത് ബ്രിഗേഡിയറുടെ കൂടെ ഒരു സംഘം പട്ടാളക്കാർ. വാനിഫാൻ അല്പം പുച്ഛത്തോടെ പറഞ്ഞു, കൊള്ളാം, താങ്കളെയും വിശ്വസിച്ച് ഇവിടെ എത്തിയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. താങ്കൾ ഈ പട്ടാളക്കാരെയും കൊണ്ട് ഞങ്ങളെ പിടിപ്പിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? ബ്രിഗേഡിയർ പറഞ്ഞു, അയ്യോ, താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇത് ഇംഗ്ലീഷ് പട്ടാളക്കാരാണ്, നമ്മളെ സഹായിക്കാൻ വന്നതാണ്. അതിരിക്കട്ടെ, ക്യാപ്റ്റൻ സിറൻ കൂടെയുള്ള 2 വില്ലന്മാര്, അവരുടെ അവസ്ഥ എന്താ? താങ്കൾ ഇവിടുന്ന് വിട്ടുപോയി അല്പം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇനി ഇവിടെ നിൽക്കുന്ന അത്ര ബുദ്ധിയല്ല എന്ന്. അവർ പെട്ടെന്ന് നങ്കൂരം റിലീസ് ചെയ്തു, കപ്പൽ നീക്കി. പക്ഷെ അധികം ദൂരം മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അതിനു മുമ്പ് ഞാനും മിസ് ഫിൻഡർലീത്തും കൂടി തോക്കിൻ മുനയിൽ നിർത്തി അവരെ ബന്ധനസ്ഥരാക്കി. എന്നിട്ടാ ഞാൻ ഈ ബോട്ട് എടുത്തുകൊണ്ട് ഇവിടെ സിഗ്നൽ കണ്ടനുസരിച്ച് ഇങ്ങോട്ട് വന്നു. പോട്ടെ, ഇപ്പൊ അവര് പോയാലോ? അതെങ്ങനെ? കയ്യും കാലും കെട്ടി നമ്മുടെ ഈ ബോട്ടിന്റെ അകത്ത് തന്നെ കിടക്കുന്ന ക്യാപ്റ്റൻ സിറൻ ഇനി പോയി ആ കപ്പലെടുത്തോണ്ട് പോകില്ലല്ലോ. പാർക്കർ ആ ബോട്ടിലേക്കൊന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോ അതിൻ്റെ അകത്ത് ബ്രിഗേഡിയർ നേരത്തെ കേണലിന്റെ അടുത്ത് പറഞ്ഞ ആ ഒരു ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ, ജപ്പാൻകാരോട് കൂട്ടുകെട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ആ ക്യാപ്റ്റൻ വളരെ ദേഷ്യപ്പെടുന്ന ഒരു മുഖഭാവമായിട്ട് അങ്ങനെ കയ്യും കാലും ബന്ധനസ്ഥനായി അവിടെ കിടപ്പുണ്ട്. ബ്രിഗേഡിയർ വീണ്ടും ചോദിച്ചു, അപ്പൊ ഇയാളുടെ കൂടെ ഇനി 2 ഉണ്ടല്ലോ. അവർ 2 പേരും ഇപ്പോ മിസ് ഫിൻഡർലീത്തിന്റെ ക്യാബിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അവരുടെയും കയ്യും കാലും കൂട്ടി കെട്ടിയിട്ടുണ്ട്. ഇനി അഥവാ അവരെങ്ങാനും കെട്ടഴിച്ചാൽ തന്നെ അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ അവര് ലോക്ക് തകർത്ത് പുറത്ത് വന്നാൽ തന്നെ മിസ് ഫിൻഡർലീത്തിന്റെ അടുത്ത് ഒരു പിസ്റ്റൾ ഉണ്ട്. ഞാൻ ആ 2 എണ്ണത്തിന്റെയും കയ്യും കാലും കെട്ടി അവിടെ ഇടുന്ന സമയത്ത് അവർ പറഞ്ഞു, എനിക്ക് ഈ പിസ്റ്റൾ ഉപയോഗിച്ച് വലിയ ശീലമില്ല. ഉടനെ ഞാൻ പറഞ്ഞു, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, സാധാരണ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, ശരീരത്തിന്റെ നടുഭാഗം നോക്കി അങ്ങ് വെടിവെച്ചേക്കുക. ആ സമയത്ത് പാർക്കർ ചോദിച്ചു, ഇത് മോട്ടോർ ബോട്ടല്ലേ? അതെ. പിന്നെന്തിനത് തുഴഞ്ഞോണ്ട് വരുന്നത്? ശബ്ദം കേട്ട് ജപ്പാൻ പട്ടാളക്കാരെങ്കിലും ഈ മഴയത്ത് ഇതിന്റെ ഒരു മോട്ടറിന്റെ ശബ്ദം കേട്ട് ആരും വരാൻ പോകുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെ നിങ്ങളുടെ കപ്പലിൽ എത്തിക്കാനുണ്ട്. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് 2 ട്രിപ്പായിട്ട് ആ സംഘം മുഴുവൻ കെറി ഡാൻസർ എന്ന ആ പഴയ ചരക്ക് കപ്പലിൽ ചെന്ന് കയറി. മിസ് ഫ്രാൻച്ച്മാനും കൂടെയുള്ള ആ ചെറുപ്പക്കാരിയായ മലേഷ്യൻ നേഴ്സും 2 പേരും ചേർന്ന് ഫ്രൈസറിന്റെയും അദ്ദേഹത്തിന്റെ ട്രൂപ്പിന്റെയും പരിക്കുകളൊക്കെ പരിശോധിച്ച് ബാൻഡേജ് ചെയ്യാനുള്ളവർക്ക് ബാൻഡേജ് ചെയ്യുകയും, പിന്നെ ആ കപ്പലിൽ തന്നെയുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് അത്യാവശ്യം പെയിൻ കില്ലേഴ്സും, കാരണം അത്തരം സാധനങ്ങളൊന്നും ഇപ്പോൾ അവരുടെ കയ്യിലില്ല, ഒക്കെ കൊടുക്കുകയും ചെയ്ത് അവരെയൊക്കെ ആ കപ്പലിന്റെ ചരക്ക് കപ്പലായതുകൊണ്ട് താമസ സ്ഥലങ്ങളൊക്കെ കുറവാണ്, ഉള്ള 2-3 ക്യാബിനിലായിട്ട് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തു. എല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ബ്രിഗേഡിയർ ഫോസ്റ്റർ. ആ സമയത്ത് തൊട്ട് പുറകിൽ ഒരു അനക്കം. അദ്ദേഹം തിരിഞ്ഞു നോക്കി. അത് പാർക്കറായിരുന്നു. പാർക്കർ ബ്രിഗേഡിയറുടെ ചെവിയിൽ പറഞ്ഞു, നമുക്ക് അപ്പർ ഡെക്കിൽ പോവാം, അപ്പൊ പിന്നെ നമ്മൾ പറയുന്നവരും കേൾക്കില്ല. അപ്പർ ഡെക്കിൽ എത്തി കഴിഞ്ഞപ്പോൾ ബ്രിഗേഡിയർ ചോദിച്ചു, എല്ലാവരുടെയും താമസമൊക്കെ ശരിക്കും അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഉണ്ട് സർ. ലോവർ ഡെക്കിൽ 4 ക്യാബിനുകളുണ്ട്. 4ലും ഉള്ള ബങ്കുകളിലൊക്കെ ആയിട്ട് എല്ലാവരെയും കിടത്തിയിട്ടുണ്ട്. ആരോഗ്യമുള്ളവർക്കൊക്കെ ഇരിക്കാനുള്ള സീറ്റുകളും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. പിന്നെ കോർപ്പറൽ സാറിനോട് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. മാത്രമല്ല അവൻ എന്നോടൊന്നും അവൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ വെറും ഒരു ബീച്ച് കോമ്പറല്ലേ. പാർക്കർ ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു. പക്ഷേ എന്നോട് അയാൾ ഒരു കാര്യം പറഞ്ഞു സാർ. അതായത് നമ്മൾ ആദ്യത്തെ ട്രിപ്പില് ആ ബോട്ടിലെ കുറെ ആൾക്കാരെ കയറ്റി കെറി ട്രാൻസ്ഫറിലേക്ക് വന്ന സമയത്ത് മറ്റൊരു ചെറിയ ബോട്ട് അവിടെ വന്നിരുന്നു. അതില് റൈഫിൾ പിടിച്ച 2 ആൾക്കാരും ഉണ്ടായിരുന്നു. ആ തീരത്ത് തന്നെ ഇരുണ്ട ഒരു ഭാഗത്തുനിന്ന് ഒരു മനുഷ്യൻ വന്ന് ആ ബോട്ടിൽ കയറി അവര് പോയി. കോർപ്പറൽ അവരോട്
പല കാര്യങ്ങളും ചോദിച്ചെങ്കിലും അവർ വ്യക്തമായിട്ട് ഉത്തരവൊന്നും പറഞ്ഞില്ല. പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, ആ ബോട്ട് സിംഗപ്പൂരിൽ നിന്ന് കാരിമാറ്റ സ്ട്രൈറ്റ് കടന്നു പോകാനുള്ള ഒരു ഓയിൽ ടാങ്കറിന്റെ ബോട്ടാണ്. അവര് ആ ഓയിൽ ടാങ്കറിലേക്ക് പോകുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അവർ രണ്ടാളും പിന്നെ കുറച്ചു നേരം ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിന്നു. പെട്ടെന്ന് ബ്രിഗേഡിയർ ഒരു കാര്യം പറഞ്ഞു, താൻ മെല്ലെ റേഡിയോ ക്യാബിനിൽ ചെല്ലണം. റേഡിയോ ഓപ്പറേറ്റർ അവിടെ തന്നെ ഒരു ബങ്കിൽ കിടന്നുറങ്ങുന്നുണ്ട്. അയാള് ഈ സിറിനെയും ടീമിനെയും പോലല്ല, വളരെ ഒരു മര്യാദക്കാരനായ ഇംഗ്ലീഷുകാരനാണ്. വില്ലി ലൂൺ എന്ന അങ്ങനെ എന്തോ ആണ് അയാളുടെ പേര്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. എന്തായാലും അയാളെ വിളിച്ചുണർത്തിയിട്ട് ഒറ്റ കാര്യം ചോദിക്കണം, ആ റേഡിയോ ട്രാൻസ്മിറ്ററിന്റെ റേഞ്ച് എത്രയാണെന്ന് ചോദിക്കണം. പാർക്കർ റേഡിയോ ക്യാബിനിലെത്തി. ഇവിടെ വില്ലി ലൂൺ എന്ന റേഡിയോ ഓപ്പറേറ്റർ ബങ്കിൽ കിടന്നുറങ്ങുന്നുണ്ട്. അദ്ദേഹത്തെ പാർക്കർ വിളിച്ചുണർത്തി. അദ്ദേഹം വളരെ മര്യാദയോടെ ഒരു പുഞ്ചിരിച്ചുകൊണ്ടാണ് എനിക്ക് വന്നത്. പുലർച്ചെ 3:30 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. 2:30 മണിക്കാണ് കറി ഡാൻസ് അലാങ് റിവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് വിളിച്ചുണർത്തിയിട്ടും അത്തരം ഒരു വിഷമവും വില്ലിലും കാണിച്ചില്ല. ഒരു അപരിചിത ഭാവത്തിൽ പാർക്കർ നോക്കി. പാർക്കർ പറഞ്ഞു, ലഫ്റ്റനന്റ് പാർക്കർ, ബ്രിട്ടീഷ് മിലിറ്ററി. സർ, ഞാനൊരു സംശയം ചോദിക്കാൻ വന്നതാണ്. ഈ ട്രാൻസ്പോർട്ടിന്റെ റേഞ്ച് എത്രയാ? ഇത് സർ ചെറിയ ഓട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചരക്ക് കപ്പലാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്പോർട്ടിന്റെ റേഞ്ചും കുറവാണ്. ഏറിപ്പോയാൽ 800 കിലോമീറ്റർ, അതിനപ്പുറത്തൊരു റേഞ്ച് ഇതിനില്ല. ഓക്കെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന സമയത്താണ് പാർക്കർ ഒരു കാര്യം കാണുന്നത്. റേഡിയോ ടേബിളിന്റെ അടുത്തായി തന്നെ ഒരു ഡെക്കറേറ്റഡ് കേക്ക് വെച്ചിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു സുന്ദരിയായ യുവതിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പാർക്കർ ചോദിച്ചു, ഇതെന്താ? സർ, എനിക്ക് 24 വയസ്സാവുന്ന ദിവസം ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി എൻ്റെ വൈഫ് ഉണ്ടാക്കി തന്ന കേക്കാണിത്. കാരണം അവൾക്കറിയാം ആ ദിവസം ഞാൻ ഒരിക്കലും വീടെത്തില്ല എന്ന്. പാർക്കർ ചോദിച്ചു, എന്നാണ് ദിവസം? ഇന്ന് തന്നെ സർ, ഇന്ന് എനിക്ക് 24 വയസ്സ് കഴിയണം. ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഈ കേക്ക് മുറിക്കാം. ഓക്കെ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞുകൊണ്ട് പാർക്കർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി.